ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ശരത്ത് അനീഷിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ പരിസരവും വൃത്തിയില്ലാതെ കിടക്കുകയാണ്. അതായത് സ്റ്റൗവും അവിടെ പരിസരമെല്ലാം പൊടിയും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ ശരത്ത് അപ്പാനി ശരത്ത് നമ്മുടെ അനീഷിനോട് പറഞ്ഞു, നീ മുമ്പേ പറഞ്ഞില്ലേ നല്ല ക്ലീനാണ്, ഇപ്പം നീ നോക്ക്, ഇതിനെ തട്ടുകടയാണോ, പാളയം തട്ടുകടയാണോ എന്നൊക്കെ ചോദിച്ച് വലിയ അഗ്രസീവായിട്ട് പറയുന്നുണ്ട്. മറ്റ് കണ്ടസ്റ്റൻസിനെ ഒന്നും പറയുന്നില്ല, പക്ഷേ സ്റ്റൗവും അവിടെ എല്ലാം വെറും വൃത്തിയില്ലാതാണ് കിടക്കുന്നത്. അപ്പോൾ ശരത്ത് ഭയങ്കരമായിട്ട് അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അനീഷ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്ഥിരം നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നീ നെക്സ്റ്റ് വീക്ക് തന്നെ പോകും, മുള്ളമ്പന്നി എന്നുള്ള ടാഗ് ഞാൻ തന്നല്ലോ, പേര് തന്നല്ലോ, അത് നെഞ്ചത്ത് തൂക്കിയിട്ട് നീ നെക്സ്റ്റ് വീക്ക് തന്നെ പെട്ടി എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ നമ്മുടെ ശരത്ത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും മൂകമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ സ്റ്റൗ വെറും വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, അത് പറയാൻ പറ്റത്തില്ല. അത് ബിഗ് ബോസ് എടുത്തെടുത്ത് ഒരു 5-6 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. വെറും വൃത്തിഹീനമായിട്ടാണ് സ്റ്റൗവും പൊടിയും, വെറും വൃത്തികേടായിട്ട് കുക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് അതവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ശരത്ത് ഒഴികെ വേറെ ആരും അങ്ങനെയൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ കാണുന്നവർക്കറിയാം അത് വൃത്തിയില്ലാതാണെന്ന്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലാതെ ഇതിനെപ്പറ്റി അങ്ങനെ ഒരു വലിയ രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസ് ഇനി ലാലേട്ടൻ വരുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമായിരിക്കും. കാരണം കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ അവിടെ വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്.